പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അഭിഷേകം അന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനം അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായത്തിൽ വലിയ ഒരു മാനസാന്തരത്തിന്റെ സംഭവത്തെ നമുക്ക് കാണാൻ കഴിയും. വലിയ ഒരു കുറ്റവാളി മാനസാന്തരപ്പെടുവാനുള്ള ദൈവിക ഇടപെടൽ, ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി ഇറങ്ങിച്ചെല്ലുന്നത് കാണാൻ കഴിയും. ആ മാനസാന്തരത്തിലൂടെ 14 ലേഖനങ്ങൾ എഴുതുവാനും അനേക ഹൃദയങ്ങളിലേക്ക് ദൈവത്തിന്റെ സന്ദേശം എത്തിക്കുവാനും ദൈവം ഇടയാക്കി. ആ മാനസാന്തരത്തിലൂടെ അപ്പോസ്തല പ്രവർത്തനം 9:1 മുതൽ നോക്കുമ്പോൾ, ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലവിളിയുമായി മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്നു. ദമാസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരൂശലേമിലേക്ക് കൊണ്ടുവരത്തക്കവണ്ണം അവിടുത്തെ പള്ളിയിലേക്ക് മഹാപുരോഹിതനോട് അധികാരപത്രം വാങ്ങി. ഈ മാനസാന്തരപ്പെട്ട വ്യക്തിക്ക് ആ മനുഷ്യന്റെ ജീവിതം, സ്തെഫാനോസ് എന്ന മനുഷ്യനെ കൊല്ലേണ്ടതിന് അതിനു വേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത് ആ കൊന്ന ആ സ്തെഫാനോസിനെ കൊന്നവരുടെ വസ്ത്രം പൗലോസ് എന്ന മനുഷ്യന്റെ കാൽച്ചുവട്ടിൽ വെക്കാൻ ഇടവന്നെങ്കിൽ, ഒരു കൊലയ്ക്ക് കൂട്ടുനിൽക്കുവാനും അനേകരെ കൊല്ലുവാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത ഒരു മഹാപാപിയായ മനുഷ്യന്റെ ഒരു മാനസാന്തരത്തിലൂടെ അനേകരുടെ പാപങ്ങൾ മോചിച്ച യേശുവിന്റെ സ്നേഹത്തെ അറിയിക്കുവാൻ ദൈവം ഇടയാക്കിയതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ദമാസ്കസിലേക്കുള്ള യാത്ര അത് വെറുതെയുള്ള ഒരു യാത്രയല്ലായിരുന്നു. ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്നവരെ പിടിച്ചു കെട്ടി ജയിലിൽ അടയ്ക്കുവാനും ഉപദ്രവിക്കുവാനും കൊല്ലുവാനും എല്ലാം ഇടവരത്തക്ക വിധമാണ് ഒരു അധികാരപത്രമൊക്കെ ആയിട്ടാണ് പൗലോസ് തന്റെ യാത്ര ആരംഭിക്കുന്നത്. അവൻ പ്രയാണം ചെയ്തു. ദമാസ്കോസിന് സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തുനിന്ന് വെളിച്ചം അവന് ചുറ്റും മിന്നി. വേറെ ആരുമല്ല, ഈ അധികാരപത്രവുമായിട്ട് കടന്നു പോകുന്നവന്റെ മുമ്പിലേക്ക് കർത്താവിന്റെ തേജസ്സുള്ള ദൈവപ്രവൃത്തി ഇറങ്ങുകയാണ്. തേജസ് ഇറങ്ങുകയാണ്. ആ വെളിച്ചം കണ്ടിട്ട് അവന്റെ ഹൃദയത്തിൽ പെട്ടെന്ന് അവന്റെ കണ്ണ് കാഴ്ചയില്ലാത്ത വിധത്തിലേക്കുള്ള വലിയൊരു പ്രകാശം, ഇന്നുവരെയും കാണാത്ത വണ്ണം അത്ര വലിയ പ്രകാശം അവന്റെ മേൽ അടിച്ചു കഴിഞ്ഞപ്പോൾ അവൻ നിലത്തു വീണു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്ന എന്താ എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. ഈ ശബ്ദം കേട്ടപ്പോൾ, നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ കർത്താവിനോട് ചോദിക്കുകയാണ്. കർത്താവ് അവനോട് പറയാണ്, ശൗലേ, നീ ഇത്രയും നാളും പീഡിപ്പിച്ചത് വേറെ ആരെയുമല്ല, നീ എന്നെയാ പീഡിപ്പിച്ചത്. നീ പീഡിപ്പിക്കുന്ന നസ്രാനായ യേശുവാണ് ഞാനെന്ന് ശൗലിനോട് പറയുന്ന ഒരു ശബ്ദം അവന്റെ കാതുകളിലേക്ക് വന്നു പതിച്ചപ്പോൾ, അവൻ അത്രയും നാള് ദൈവസഭയെ ഉപദ്രവിച്ചുകൊണ്ടും പീഡിപ്പിച്ചുകൊണ്ടും കടന്നുപോയ മനുഷ്യൻ, അവൻ ദൈവത്തിന്റെ മക്കളെ പീഡിപ്പിച്ചപ്പോൾ അത് ദൈവത്തെയാണ് പീഡിപ്പിച്ചതെന്ന് യേശു പറയാണ്. നിങ്ങൾ എന്നെയാ പീഡിപ്പിച്ചത്, നീ എന്നെയാ പീഡിപ്പിച്ചതെന്ന് അവനോട് പറയാൻ ഇടവരുമ്പോൾ, അവന്റെ ഹൃദയത്തിൽ ഇത്രയും നാൾ അവനെ ഉപദ്രവിച്ചത് മനുഷ്യരെയല്ല, ഈ പൗലോസ് എന്ന ശൗൽ എന്ന മനുഷ്യൻ ഗമാലിയൽ എന്ന വേദപണ്ഡിതന്റെ പാദാന്തികത്തിൽ ഇരുന്ന് ന്യായപ്രമാണത്തിന്റെ വള്ളുവിള്ളി തെറ്റാതെ അത് മുഴുവൻ കാണാതെ പഠിച്ചവനായിരുന്നു ഈ പൗലോസ്. അതുകൊണ്ട് ക്രിസ്തു മാർഗത്തെ ഒരിക്കലും ന്യായപ്രമാണം പഠിച്ചവൻ ക്രിസ്തു മാർഗത്തിന് വിരോധമായിട്ടാണ് അവൻ കടന്നു പോകാൻ ഇടവന്നെങ്കിൽ, പൗലോസിനോട് കർത്താവ് പറയാണ്, നീ എന്നെയാണ് പീഡിപ്പിക്കുന്നത്, നീ ആരാകുന്നു കർത്താവേ എന്ന് അവനോട് ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക,
നീ ചെയ്യേണ്ടത് അവിടെ വെച്ച് നിന്നോട് പറയുമെന്ന് അവൻ പറഞ്ഞു. അവനോടുകൂടെ പ്രയാണം ചെയ്ത പുരുഷന്മാർ ശബ്ദം കേട്ടുവെങ്കിലും ആരെയും കാണാതെ മരവിച്ചു നിന്നു. പൗലോസ് എന്ന മനുഷ്യൻ കർത്താവിന്റെ തേജസ് കണ്ടു, ആ കൃപ മനസ്സിലാക്കി, ആ ശബ്ദം കേട്ടു. ആരും കാണാത്ത ഒരു ദൈവിക പ്രകാശം കൊണ്ട് അവൻ നിറഞ്ഞു. മറ്റുള്ളവർ ശബ്ദം മാത്രം കേട്ടെങ്കിൽ ഇവൻ കർത്താവിന്റെ ആത്മാവിന്റെ കൃപയിൽ നിറഞ്ഞു. പ്രിയമുള്ളവരെ, ഒരു നിമിഷം നമുക്ക് ഒരു വലിയ മാനസാന്തര അനുഭവത്തിലേക്ക് വന്ന ശൗൽ എന്ന പൗലോസിന്റെ മാനസാന്തര അനുഭവം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ സഭയെയും യേശുവിൽ വിശ്വസിക്കുന്നവരെയും ഉപദ്രവിക്കുന്ന മനുഷ്യനെ യേശു ക്രിസ്തുവിന്റെ നാമത്തെ പ്രസംഗിക്കുവാൻ തക്കവണ്ണമാക്കിയെങ്കിൽ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാൻ. കർത്താവേ, നിന്റെ നാമത്തിന് എന്നും മഹത്വം ഉണ്ടാകേണ്ടതിന്, നിന്റെ നാമത്തിന് വിരോധമായി നിൽക്കുന്ന ആരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തെ പ്രസംഗിക്കുവാൻ തക്കവണ്ണം നീ ഒരുക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതിനുള്ള വലിയ ശക്തിയും ക്രമയും നീ ഇപ്പം പകർന്നു കൊടുക്കണമേ. ഈ വചന സന്ദേശം കേൾക്കുന്നവരുടെ അകത്തിലേക്ക് നിന്റെ ശക്തി ഇറങ്ങി വരട്ടെ. നല്ല മാനസാന്തര അനുഭവത്തിലേക്ക് കടന്നു വരാൻ അങ്ങ് ഇടയാക്കണം. അവിടുത്തെ വചനം അനേകരിൽ എത്തിക്കുവാൻ അങ്ങയുടെ കൃപയെ പകരണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.